ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മാങ്ങാച്ചാറാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചൊനയൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്തിട്ടുണ്ട്. തൊലിക്കട്ടി കൂടുതലുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ തൊലി ഇതുപോലെ ചെത്തി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. സാധാരണ സദ്യക്കൊക്കെ വിളമ്പുന്ന അച്ചാറിൽ മാങ്ങ ചെറിയ പീസുകളായിരിക്കും. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഉടനെ അച്ചാറിടാനായിട്ട് പാടില്ല കേട്ടോ. കുറച്ച് സമയം ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷമാണ് അച്ചാറിടാനായിട്ട്. ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഉപ്പും മഞ്ഞളൊക്കെ ഒരേപോലെ മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇനി മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് മാങ്ങ എടുക്കുന്നത്. മാങ്ങയിൽ ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്പൂണോ തവിയോ കൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ കണ്ടില്ലേ, മാങ്ങയിൽ നിന്നും വെള്ളം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഊറ്റി മാറ്റുന്നില്ല കേട്ടോ. ഇതിലാണ് നമ്മൾ അച്ചാർ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുക് വറുത്ത് പൊടിച്ചതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാങ്ങയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന പാത്രത്തിലോ മാങ്ങയിലോ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മാങ്ങ മസാലയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ടൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി കുറേ നാൾ വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ അച്ചാർ തയ്യാറാക്കി എടുക്കണം. ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 4-5 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി ഡയറക്റ്റ് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ മാങ്ങയിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഈ മാങ്ങ അച്ചാർ നമ്മൾ ഒട്ടും തന്നെ വേവിച്ചെടുക്കുന്നില്ല കേട്ടോ. അടുപ്പിൽ വെച്ച് വേവിക്കുന്നില്ല. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മാങ്ങ അച്ചാറാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഈ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണ ഊർന്ന് അടിയിൽ പോയിട്ട് അടിയിൽ മാത്രമായിട്ട് തങ്ങിക്കിടക്കും. അതൊന്നുകൂടി മാങ്ങയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ ഈ അച്ചാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്തത്. ഇനി കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.